പ്രിയ പ്രേക്ഷകരെ സ്വാഗതം. ഈ നോവലിന്റെ അവസാന ഭാഗം. എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന ഈ നോവല് ഈ വരുന്ന ഭാഗത്തോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. ഈ നോവലിനെക്കുറിച്ച് ചെറിയൊരു വിവരണം പറയുകയാണെങ്കിൽ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ആ പ്രതിഭാസത്തെ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സുപരിചിതനാണ്. എങ്കിലും ഒന്നിവിടെ പറയട്ടെ. എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന ഈ നോവല് 112 പേജുകളുള്ള ഈ നോവല് 1951 ഫെബ്രുവരി DC ബുക്ക് പബ്ലിഷ് ചെയ്തു. ഓഗസ്റ്റ് 1979 വീണ്ടും റീപബ്ലിഷ് ചെയ്തു പുറത്തിറക്കുകയുണ്ടായി. മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ചൈനീസ്, ജപ്പാനി, മലായ് എന്നീ ഭാഷകളിലും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി അവാർഡുകളും നേടിയിട്ടുണ്ട്. എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു നോവൽ ഭാഷയിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും വായിക്കാൻ രസമുള്ളതാണ്. ഇതുവരെ ഞാൻ വായിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നോവലിലേക്ക്. കുഞ്ഞുത്താച്ചിമ്മയ്ക്ക് സഹിക്കാൻ കഴിയുമോ? മഹാപ്രതാപത്തിന്റെ ചരിത്രസൗധം തകർന്നിരിക്കുന്നു. ശൂരപരാക്രമിയായിരുന്ന സാക്ഷാൽ ആനമക്കാർ സാഹിബിന്റെ ഉഗ്രനും 4 കാപ്രിയങ്ങളെ കൊന്നവനും അസലുള്ളവനും ആയ ആ വലിയ കൊമ്പനാന മുറ്റത്തെ ചുമരുകളുടെ വക്കിൽ പൊടിമണ്ണിൽ വട്ട കുഴികളുടെ നടുക്ക് പൂണ്ടുകിടക്കുന്ന കറുത്ത മുട്ടകളെപ്പോലുള്ള ചെറിയ കുഴിയാന ആയിരുന്നുവെന്ന് പടച്ചോനെ, കുഞ്ഞുത്താച്ചുമ്മ നെഞ്ചത്തടിച്ചപേക്ഷിച്ചു. കുരുത്തം കെട്ട ഈ വകന്തട തല തെറിപ്പീര്! അത്ഭുതമെന്നേ പറയേണ്ടൂ. കുഞ്ഞുങ്ങളുടെ തല തെറിച്ചില്ല, ഇടുത്തി വീണില്ല, കാലപ്പാമ്പ് കടിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. അവർ ഒന്നടക്കം ആഹ്ലാദത്തോടെ ആർത്ത് വിളിച്ചു. ആനമക്കാരന്റെ ബല്യ കൊമ്പനാന കുയ്യാനയായിരുന്നെന്ന്. കുയ്യാന! കുഞ്ഞാത്താച്ചുമ്മയ്ക്ക് തലതിരിച്ചൽ തോന്നി. ശ്വാസം കഴിക്കാൻ വിഷമം നേരിട്ടു. ഞെടിയിട കൊണ്ട് ജീവിതം മുഴുവനും അവരുടെ മുമ്പിൽ കൂടി കടന്നുപോയി. എല്ലാ പ്രതാപങ്ങളും 2 കൈയും തലയിൽ കൈവച്ചുകൊണ്ട് അവർ താഴെയിരുന്നു. കുഞ്ഞുപാത്തുമ്മ ഉമ്മയുടെ അരികത്ത് വന്നു കുഞ്ഞുങ്ങളോട് ചോദിച്ചു, എന്താ കുഞ്ഞുങ്ങളെ? കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഇങ്ങളും. എന്താ പെപ്പെ? എന്താണ്? കുഞ്ഞുങ്ങൾ പറഞ്ഞു, കുയ്യാന, കുയ്യാന. എന്തു കുയ്യാന? കുഞ്ഞുപാത്തുമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ വിചാരിച്ചു വല്ല പിള്ളേരും കുഴിയാനെ പിടിച്ച് ഉമ്മായുടെ ചെവിയിലിട്ടിരിക്കുമെന്ന്. അവൾ ഉമ്മായുടെ അരികത്തിരുന്നിട്ട് ചോദിച്ചു, എന്താണ് ഉമ്മ? ഉമ്മ ഒന്നും പറഞ്ഞില്ല. എന്തു പറയാനാണ്? പുരാതന ചരിത്രങ്ങൾ ഒക്കെ കത്തിക്കരിഞ്ഞു പൊടിഞ്ഞു ധൂളായിരിക്കുന്നോ? ഇനി എന്തിനു വേണ്ടി ജീവിക്കണം? കുഞ്ഞുപാത്തുമ്മ വീണ്ടും ചോദിച്ചു. പരമസുന്ദരിയായി നിൽക്കുന്ന കുഞ്ഞുപാത്തുമ്മയെ നോക്കി യോഗ്യനായ നിസാർ അഹമ്മദിനെ ഓർത്തു. ശോഭനമായ ഭാവിയിലേക്ക് ദൈവാനുഗ്രഹത്തോടെ കാലെടുത്ത് വെച്ചിട്ടേയുള്ളൂ. റബ്ബുൽ ആലമീനായ തമ്പുരാൻ എല്ലാം നേരെയാക്കും. ചരിത്രം തന്നെയാണ്. ഉമ്മ ഒടുവിൽ കണ്ണീരോടെ ഗദ്ഗദത്തോടെ കുഞ്ഞുപാത്തുമ്മയോട് പറഞ്ഞു, നിന്റെ ഉപ്പൂപ്പാടെ വലിയ കൊമ്പനാന കുയ്യാനയായിരുന്നു. കുയ്യാന. മംഗളം. നന്ദി, നമസ്കാരം.